ഹായ് ഫ്രണ്ട്സ്, ഡൽഹി ബാക്ക് ടാക്സി വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കുറച്ച് ദിവസത്തെ ഗ്യാപ്പിന് ശേഷം നമ്മൾ ബാക്ക് ടാക്സി വ്ളോഗ് വീണ്ടും സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. ഇടയ്ക്ക് വണ്ടി എൻജിൻ പണി കഴിഞ്ഞ് ഓയിൽ കത്തുന്നുണ്ടായിരുന്നു, ഭയങ്കരമായിട്ട് പുക വരുന്നുണ്ടായിരുന്നു. അപ്പം ഇടയ്ക്ക് കുറച്ച് വണ്ടി പണി ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് എനിക്കൊരു പണി കിട്ടി. കണ്ടിന്യൂ വണ്ടി ഓടിച്ചിട്ട് നടുവേദനയായി. ഇപ്പം ഞാൻ കഴിഞ്ഞിടയ്ക്കൊക്കെ ഡെയിലി 7 മണിക്കൂർ 8 മണിക്കൂറൊക്കെ വെച്ചൊക്കെ വണ്ടി ഓടിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ വണ്ടി ഓടിച്ച് നടുവേദനയായി. പിന്നെ 1.5 ആഴ്ച കണ്ടിന്യൂ റെസ്റ്റ് എടുത്ത് കഴിഞ്ഞാൽ പിന്നെ നടുവേദന മാറിയത്. അങ്ങനെ കുറച്ച് പ്രശ്നങ്ങളായിട്ട് നമ്മൾ വീഡിയോ ചെയ്യാതിരുന്നത്. പക്ഷേങ്കിൽ ഞാൻ ഇടയ്ക്ക് നമ്മുടെ വട്ടച്ചെലവിനുള്ളത് ഓടുന്നുണ്ടായിരുന്നു. എന്നാലും ലോങ് ട്രിപ്പ് കുറേ നേരം 3-4 മണിക്കൂറൊക്കെ ഓടുന്നില്ലായിരുന്നു. 3-4 മണിക്കൂറൊക്കെ കണ്ടിന്യൂ വണ്ടിയെ തന്നെ ഇരുന്ന് കഴിയുമ്പോൾ നമുക്ക് പ്രശ്നമാവും. അങ്ങനെ ഇന്ന് ജൂൺ 15 സൺഡേ ഈവനിങ് ആണ്. നമ്മളിപ്പം 5:30 ആയപ്പോൾ നമ്മൾ ഇന്നത്തെ റൈഡ് സ്റ്റാർട്ട് ചെയ്തു. 5:30 6 മണിയാകാറായി. ഞാനിപ്പോൾ നേപ്സറയിൽ ഇഗ്നുവിൻ്റെ അവിടെയുള്ളത്. ഇവിടെ നിന്ന് നമുക്ക് ഊബറിൽ ഒരു പാഴ്സലിൻ്റെ ട്രിപ്പ് കിട്ടിയിട്ടുണ്ട് ഓസ്കാസ് ഡിയർ പാർക്കിലേക്ക്. അത് പിക്കപ്പ് ചെയ്യാനായിട്ട് ഞാൻ വന്നതാണ്. പുഷ്പാഞ്ജലി കോമ്പൗണ്ട്, ഇവിടെ നിന്നാണ് നമ്മുടെ പിക്കപ്പ്. ചെറിയ ഐറ്റം എല്ലാം ആയിരുന്നാൽ മതി. അത് ലൊക്കേഷനിലെത്തി കോൾ ചെയ്തേക്കാം. പാഴ്സലിൻ്റെ ട്രിപ്പൊക്കെ ആണെങ്കിൽ നമുക്ക് കോൾ ചെയ്തേക്കാം. നമ്മളെത്തി. सुमित, हाँ वहाँ से कॉल कर लेना. किसको? इसमें नंबर डाला है ना. അങ്ങനെ നമ്മൾ ഇന്നത്തെ ഫസ്റ്റ് ട്രിപ്പ് പിക്കപ്പ് ചെയ്തു. ചെറിയൊരു റിമോട്ട്. ഇത് നമുക്ക് ഓസ്കാസ് ഡിയർ പാർക്കിൽ കൊടുക്കണം. 11 കിലോമീറ്ററിൻ്റെ ട്രിപ്പാണ്. ഇത് തെറ്റായിട്ടാണ് ഗൂഗിൾ മാപ്പ് കാണിക്കുന്നത്, വേറെ വഴി കൂടെ. 10 കിലോമീറ്ററിൻ്റെ ട്രിപ്പാണ്. ഇതിൽ നമുക്ക് 80 രൂപ കണ്ടാണ് കാണിച്ചത്. ഇങ്ങനെയുള്ള ട്രിപ്പുകൾ നമുക്ക് ലാഭമാണ്. കാരണം പാസഞ്ചറെ വെച്ച് പോകുന്നതിനേക്കാളും പെട്രോൾ ലാഭം ഉണ്ടാവും ഈ ഇങ്ങനെയുള്ള ട്രിപ്പിന്. അത് തന്നെയല്ല, നമുക്ക് 10 രൂപ വെച്ച് മിനിമം ഈ ട്രിപ്പിന് കിട്ടും. 8 കിലോമീറ്റർ ട്രിപ്പാണെങ്കിൽ 80 രൂപ, 10 കിലോമീറ്റർ ട്രിപ്പാണെങ്കിൽ 100 രൂപ. അങ്ങനെ നമുക്ക് കിട്ടും ഇതിനകത്ത് പേയ്മെൻറ്റ്. പക്ഷെങ്കിൽ ചില സമയത്ത് നമുക്ക് അല്ലാത്ത ഐറ്റങ്ങളും കിട്ടും. പിന്നെ അങ്ങോട്ട് പോവുക. കഴിഞ്ഞ ദിവസം ഞാൻ മുനീർക്കായെന്ന് ഒരു പാഴ്സൽ, ഇതേപോലെ ഒരു പാഴ്സലിൻ്റെ ചെറിയ പാക്കറ്റിൻ്റെ കവർ എനിക്ക് കിട്ടി. അത് എനിക്ക് ഇവിടത്തേക്കായിരുന്നു ആ ട്രിപ്പ്. ഇവിടെ നേപ്സറായി കുറച്ച് മുമ്പിലായിട്ട് കൊണ്ട് ഡ്രോപ്പ് ചെയ്ത്. അപ്പം അതെന്തോ സംതിങ് റോങ് ആയിട്ട് വരുന്നു. കാരണം അത് വാങ്ങിക്കാൻ വന്നവന്മാർ എനിക്ക് എക്സ്ട്രാ പൈസയും തന്നു. അതേപോലെ അമ്മാരുടെ ലുക്ക് കണ്ടിട്ട് ചെറിയൊരു കഞ്ചൻ ലുക്കായിരുന്നു. പിന്നെ വേറെ ഇവിടെ ഒരു ഹിന്ദി വ്ളോഗറുണ്ട്, നമ്മുടെ ഇവിടെ അടുത്ത് തന്നെ ഉള്ളതാണ്. അപ്പം അവൻ ഇവിടെ തന്നെ ഉള്ളതാണ്, ഈ സംഗം വിഹാർ ഏരിയയിലുള്ളതാണ്. അപ്പോൾ അവൻ ഇതുപോലെ ഒരു പാഴ്സലിൻ്റെ ട്രിപ്പ് എടുത്തിട്ട് എന്തോ ഡൗട്ട് തോന്നിയിട്ട് അത് പൊട്ടിച്ച് നോക്കിയപ്പോൾ കഞ്ചാവായിരുന്നു എന്ന് പറഞ്ഞ പോലെ. അങ്ങനെയുള്ള ഐറ്റങ്ങളും കിട്ടാറുണ്ട് നമുക്ക്. പിന്നെ അതിനേക്കാളും വലിയൊരു സംഭവം ഇന്നലെ നടന്നു. ഇന്നലെ ഞാൻ കിഷൻഗഡ് എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് ഛത്തർപൂർ മെട്രോയിലേക്ക് ഒരു ട്രിപ്പ് എടുത്ത്. ഒരു നൈജീരിയക്കാരനായിരുന്നു. രാത്രി 10 മണിയായി. അപ്പം ട്രിപ്പ് എടുത്ത് ഞാൻ ഛത്തർപൂർ മെട്രോയിൽ കൊണ്ടുവിട്ട് കഴിഞ്ഞ് 32 രൂപ ട്രിപ്പായിരുന്നു. അപ്പോൾ അവൻ 25 രൂപ വന്നിട്ട് പോകാൻ നോക്കി. അപ്പോൾ ഞാൻ പറഞ്ഞു വെയിറ്റ് 25 അല്ല 32 പറഞ്ഞു. അപ്പോൾ 50 രൂപ എടുത്ത് തന്നിട്ട് ബാക്കിക്ക് വേണ്ടി അവൻ വെയിറ്റ് ചെയ്ത് നിന്ന് ഞാൻ ബാക്കി 20 രൂപ പോക്കറ്റിൽ നിന്ന് എടുത്തതും പേഴ്സിൽ നിന്ന് എടുത്തതും ഇവൻ പെട്ടെന്ന് ഓടുന്നു. ഇവൻ ഒറ്റ ഓട്ടം ഓടുന്നു. ഓടിക്കഴിഞ്ഞപ്പോൾ നോക്കിയപ്പോൾ ചുറ്റിനും പോലീസുകാർ, മഫ്തിയിൽ പോലീസുകാർ.
കാരണം അവൻ്റെ കയ്യിൽ സാധനം ഉണ്ടായിരുന്നു, ലഹരി മരുന്നുണ്ടായിരുന്നു അവൻ്റെ കയ്യിൽ. അതുകൊണ്ടാണ് അവൻ ഓടിയത്. അവൻ ഓടി റോഡിനപ്പുറം പോയി കളഞ്ഞു. ബാക്കി 20 രൂപ മേടിച്ചില്ല. എൻ്റെ അത് ബാക്കി മേടിക്കാൻ പോലും നിന്നില്ല, ഓടിക്കളഞ്ഞ്. പക്ഷെ ഇന്നലെ ഞാൻ ക്യാമറ എടുത്തില്ലായിരുന്നു. ഇന്നലെ ഒരു മഴയുടെ ലക്ഷണം ഉണ്ടായിരുന്നുകൊണ്ട് ഇന്നലെ ഞാൻ ക്യാമറ എടുത്തില്ലായിരുന്നു. അപ്പോൾ പോലീസുകാരെന്നോട് ചോദിച്ചു ഇവനെ എവിടെ നിന്നാണ് പിക്കപ്പ് ചെയ്തേ എന്ന് ചോദിച്ചിട്ട് ഞാൻ റാപ്പിടാന്ന് പറഞ്ഞപ്പോൾ പിന്നെ എന്നോടൊന്നും ചോദിച്ചില്ല. ഞാൻ പറഞ്ഞു കിഷൻഗഡിയിൽ നിന്ന് അവനെ പിക്കപ്പ് ചെയ്തേ എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെയുള്ള ടീമുകളുടെ ട്രിപ്പ് എടുക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കേണ്ട. എനിക്കല്ലെങ്കിലും ഇമാരുടെ ട്രിപ്പ് നേരത്തെ ഇഷ്ടമല്ലായിരുന്നു. കാരണം വണ്ടി ഇതുപോലെ ഒരുത്തൻ ട്രിപ്പ് ബുക്ക് ചെയ്തിട്ട് എയറോ സിറ്റിയിൽ പോകാൻ വേണ്ടി ട്രിപ്പ് ബുക്ക് ചെയ്ത്, അപ്പം എയറോ സിറ്റി എത്തുന്നതിന് മുമ്പായിട്ട് ഇവൻ എന്നോട് പറഞ്ഞു എന്നെ തിരിച്ച് അവിടെ തന്നെ പിക്കപ്പ് ചെയ്താൽ തന്നെ ഡ്രോപ്പ് ചെയ്യാമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഓക്കെ കുഴപ്പമില്ല, ഡ്രോപ്പ് ചെയ്യാം. ഇപ്പോൾ അങ്ങോട്ട് പോകുമ്പോൾ എത്ര എമൗണ്ടാണ് കാണിക്കുന്ന ആ എമൗണ്ട് എനിക്ക് എന്നാൽ മതി എന്ന് പറഞ്ഞു. അപ്പം ഞാൻ അവിടെ കൊണ്ട് ഡ്രോപ്പ് ചെയ്തു. ഇപ്പം പെട്ടെന്ന് പോയി അടുത്തൊരു കാർ കിടപ്പുണ്ട്, ആ കാറിൽ എന്തോ കൊടുത്തു. തിരിച്ച് ഓടി വന്നിട്ട് എന്നോട് ലെറ്റ്സ് ഗോ എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് പോകുമെന്ന് പറഞ്ഞിട്ട് എന്നോട് പെട്ടെന്ന് വണ്ടി ഇടിപ്പിച്ച് പെട്ടെന്ന് പോയി അവിടുന്ന്. അപ്പോഴെനിക്ക് മനസ്സിലായി ഇവൻ എന്തോ സാധനം കൊണ്ട് കൊടുത്തിട്ട് വന്നതാന്ന്. അപ്പം അങ്ങനെ വള്ളിക്കെട്ട് റൈഡുകൾ നമുക്ക് വരും. അതുകൊണ്ട് മാക്സിമം ഊബറോ ഓല ഓടുന്ന ആൾക്കാർ ഓഫ്ലൈൻ ട്രിപ്പ് എടുക്കാതിരിക്കുക. ഓഫ്ലൈൻ ട്രിപ്പ് എടുത്താൽ നമ്മളും പെടും അതിനകത്ത്. ഓൺലൈൻ ട്രിപ്പാണെങ്കിൽ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ നമുക്ക് പറയാം, നമ്മൾ വണ്ടി ബുക്ക് ചെയ്ത് വിളിച്ചുകൊണ്ട് പോയതാണെന്ന് പറയാം. അല്ലെങ്കിൽ നമ്മളും പെടും ഓഫ്ലൈൻ ട്രിപ്പ് എടുത്താൽ. ഇപ്പോൾ എൻ്റെ വീഡിയോ കണ്ടിട്ട് ബാംഗ്ലൂരും ഇവിടെയൊക്കെ ആൾക്കാർ പാർട്ട് ടൈമായിട്ട് ജോലി ചെയ്യുന്നുണ്ട് ഇപ്പോൾ. അപ്പോൾ അവർ സൂക്ഷിച്ചോളുക. അവർ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അവർക്കൊരു മുന്നറിയിപ്പാണ്. ഇങ്ങനെയുള്ള വള്ളിക്കെട്ടുകളും വരാൻ സാധ്യതയുണ്ട്. ഓഫ്ലൈൻ ട്രിപ്പ് എടുക്കുമ്പോൾ സൂക്ഷിച്ചെടുക്കുക. കഴിഞ്ഞ ഒരാഴ്ച പിന്നെ ഞാൻ ഓടാഞ്ഞ കാര്യം ചൂടായിരുന്നു കേട്ടോ. ചൂടെന്ന് പറഞ്ഞാൽ നമ്മൾ വെറുതെ നിന്നാൽ അന്നേരം വേർത്തൊഴുകും. വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ കുഴപ്പമില്ല. എവിടെയെങ്കിലും നിർത്തി കഴിഞ്ഞാൽ തലയ്ക്കകത്തൂടെ ടാപ്പ് തുറന്ന് വിട്ട പോലെ ആയിരിക്കും വേർപ്പൊഴുകുന്നത്. ഹെൽമെറ്റ് വെച്ചേക്കുന്നുണ്ടേ, അത് തന്നെയല്ല ശരീരം മൊത്തം വേർത്തൊഴുകുമായിരുന്നു. അമ്മാതിരി ചൂടായിരുന്നു. അതുകൊണ്ട് ഇന്നലെ രാത്രി കിടക്കുക ഒരു മഴ പെയ്തു. നല്ലൊരു ക്ലൈമറ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ ഒരു മഴക്കോൾ കയറി നിൽപ്പുണ്ട്. ഇനിയിപ്പം അടുത്ത ആഴ്ച മുതൽ കാലവർഷം തുടങ്ങും ഇവിടുത്തെ. ജൂലൈ ഓഗസ്റ്റൊക്കെ മഴയായിരിക്കും. പിന്നെ സെപ്റ്റംബർ പകുതിയൊക്കെ കഴിയുമ്പോഴത്തേന് പിന്നെ ചെറിയതായിട്ട് ചൂട് കുറഞ്ഞു തുടങ്ങും. പോട്ടെ ഇന്ന് ഊബറിൽ ഇൻസെൻറ്റീവ് ഉണ്ട്. 20 റൈഡിന് 250 രൂപ ഇൻസെൻറ്റീവ് ഉണ്ട്. അതായത് ഉച്ചയ്ക്ക് 12 മണി മുതൽ രാത്രി 11 മണി വരെ ആയിരുന്നു. പക്ഷെങ്കിൽ ഞാൻ ഇറങ്ങിയത് ലേറ്റായിപ്പോയി. ഒരു 4 മണിയാകുമ്പോൾ ഇറങ്ങിയാലും നമുക്ക് റൈഡ് കംപ്ലീറ്റ് ചെയ്യാമായിരുന്നു. പക്ഷേ ഇച്ചിരി ലേറ്റായി പോയി. നോക്കാം. ഇപ്പം ഞായറാഴ്ച ഈവനിങ് ആയതുകൊണ്ട് കണ്ടിന്യൂ ട്രിപ്പ് വരും. നമുക്ക് നോക്കാം എത്ര എണ്ണം ഓടാൻ പറ്റുമെന്ന്. ഇന്നലത്തെ കാറ്റത്ത് ഒടിഞ്ഞു വീണ മരങ്ങളാണ്. ഭയങ്കര കാറ്റായിരുന്നു ഇന്നലെ. അങ്ങനെ ഇന്നത്തെ ഫസ്റ്റ് ട്രിപ്പ് കഴിഞ്ഞു. 100 രൂപയാണ് നമുക്ക് ഈ ഒരു ട്രിപ്പിന് കിട്ടിയത്. അപ്പോൾ പേയ്മെൻറ്റ് മേടിക്കാൻ സ്റ്റെപ്പ് കയറി കുറച്ച് പോകേണ്ടി വന്നു. അത് കാരണം അണയ്ക്കുന്ന ചില സമയത്തുള്ള ഇങ്ങനെയുള്ള വള്ളിക്കെട്ട് ട്രിപ്പ് കിട്ടും. ചില സമയം ആളുകൾ നമ്മുടെ കയ്യിൽ കൊണ്ട് തരും പാഴ്സൽ. നമ്മുടെ കയ്യിൽ നിന്ന് തന്നെ വാങ്ങിച്ചോണ്ട് പോകും.
ഇവിടെയും കയ്യിൽ നിന്ന് തന്നെ വാങ്ങിച്ചുകൊണ്ട് പോയി. പക്ഷേങ്കിൽ പേയ്മെൻറ്റ് മേടിക്കണമെങ്കിൽ മുകളിൽ കയറി പോകേണ്ടി വന്നു. 74 ചന്ദൻ ഹോളോ. 11 കിലോമീറ്റർ 74. ഊബർ ഇപ്പോൾ ഭയങ്കരമായിട്ട് ലോ ആയിട്ടാണ് നമുക്ക് പേയ്മെൻറ്റ് തരുന്നത്. നമ്മൾ ട്രിപ്പ് നോക്കിയെടുത്തില്ലെങ്കിലോ ഊബറിൽ ഇപ്പോൾ പണി കിട്ടും. ഇപ്പോൾ തീരെ കുറവാണ്. നടുക്ക് കൊണ്ട് നിർത്തി ആളിനെ ഇറക്കുന്നു. ഓണടിക്കുന്നേ. കഴിഞ്ഞ ദിവസം ഞാൻ ഒരു ടീമിനെ കണ്ട്, ബാക്ക് ടാക്സി ഓടിക്കുന്ന. അവനാണെങ്കിൽ 22 കിലോമീറ്ററിൻ്റെ ഒരു ട്രിപ്പ് എടുത്താ. അവന് കിട്ടിയ എമൗണ്ട് 140 രൂപ. ആ ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്യാൻ 1.5 മണിക്കൂർ എടുത്തു. കാരണം അതുപോലെ ട്രാഫിക് ജാം. 23 കിലോമീറ്റർ വണ്ടി ഓടിച്ചിട്ട് അവന് കിട്ടിയതാണ് 6.5 രൂപ വെച്ചാണ് പെർ കിലോമീറ്ററിന് കിട്ടിയത്. അതായത് 22 കിലോമീറ്റർ ട്രിപ്പിന്. അതിൽ നിന്ന് ഇത്രയും നേരം 1.5 മണിക്കൂർ ട്രാഫിക്കിൽ കിടന്നിട്ട് 1.25 മണിക്കൂർ ട്രാഫിക്കിൽ കിടന്നിട്ട് എങ്ങനെയാലും കിലോമീറ്ററിന് 2 രൂപ വെച്ച് പെട്രോൾ കോസ്റ്റ് ആയിട്ടുണ്ട്. അത് പോയി കഴിഞ്ഞാൽ 44 രൂപ പെട്രോൾ കോസ്റ്റ് പോയി കഴിഞ്ഞാൽ പിന്നെ കിട്ടിയതാണ് 100 രൂപ. അങ്ങനെ ഓടിയിട്ട് തന്നെ പ്രയോജനം. ഇങ്ങനെ ഓടാൻ ആളുകളുള്ളതുകൊണ്ട് കമ്പനികൾ റേറ്റ് താത്തിക്കൊണ്ടേയിരിക്കുക. കാരണം കോമ്പറ്റീഷൻ അല്ലേ മാർക്കറ്റിൽ. ഓല, ഊബർ, റാപ്പിഡോ 3 കൂടെ വന്നിട്ട് കൂടുതൽ ട്രിപ്പ് എടുക്കാൻ വേണ്ടി റേറ്റ് താത്തി കൊടുത്തുകൊണ്ടേയിരിക്കുക. പാസഞ്ചർ നോക്കുമ്പം റേറ്റ് കുറവുള്ളിടത്ത് ബുക്ക് ചെയ്യും. ചില സമയത്ത് വണ്ടിയുടെ അവൈലബിലിറ്റിയും കൂടെ നോക്കും. അങ്ങനെ ഡീർ പാർക്കിൽ 10 മിനിറ്റ് നിന്നിട്ട് അവിടുന്ന് ട്രിപ്പൊന്നും വരുന്നില്ല. ഞാനപ്പം ചുമ്മാ ഒന്ന് കറങ്ങാമെന്ന് വെച്ച് ഇങ്ങോട്ട് കറങ്ങിയപ്പോൾ സബ്ദർജംഗ് ഹോസ്പിറ്റലിൽ നിന്ന് മുനീർക്കൊക്കെ നെക്സ്റ്റ് ട്രിപ്പ് അടിച്ചു. ഒരിടത്ത് തന്നെ എന്നാണല്ലോ നമ്മളിങ്ങനെ വേർത്തൊഴുകിക്കൊണ്ടിരിക്കും. വണ്ടി ഓടിച്ചോണ്ടിരിക്കുകയാണെങ്കിൽ ആ കാറ്റടിച്ചിട്ട് നമുക്ക് പോർഷെ ഇവിടെ നിന്നാണ് അടുത്ത ട്രിപ്പ്. ഇവിടെ നിന്നും ആരെയും കാണുന്നുമില്ല. നമ്മൾ ഇത്രയും ദൂരം ഓടി വന്നിട്ട് ഇത് വള്ളിക്കെട്ട് ട്രിപ്പായിരുന്നു കേട്ടോ. ഇവരാന്ന് തോന്നുന്നു ബുക്ക് ചെയ്തത്. ആജി ഇതർ ആരാ പുള്ളിക്കാരി കണ്ണ് കാണാത്ത ആളാ കേട്ടോ. കണ്ണ് കാണാത്ത ആളാ. 4476. जी बैठे बैठे चलिए रेडी सीधा, फिर वहाँ पे डिवाइडर वाला रास्ता आएगा. ठीक. അങ്ങനെ ജിൽബിലി മേടത്തിൻ്റെ ട്രിപ്പ് കഴിഞ്ഞു. ഇത് ഓൺലൈൻ പേയ്മെൻ്റ് ആയിരുന്നു പുള്ളിക്കാർ ചെയ്തേക്കുന്നത്. എനിക്ക് തോന്നുന്നു കമ്പനി തന്നെ ട്രാൻസ്പോർട്ടേഷന് വേണ്ടി വർക്ക് ചെയ്യുന്ന കമ്പനി തന്നെ ചെയ്ത് കൊടുക്കുന്നതെന്ന് തോന്നുന്നു. അങ്ങനെ ഇപ്പോൾ സമയം 1 മണിയായി. ഇതുവരെ ഞാൻ കണ്ടിന്യൂ ഓട്ടമായിരുന്നു. 5 മണിക്ക് ലോഗിൻ ചെയ്ത് ഇപ്പോൾ 1 മണി വരെ കണ്ടിന്യൂ ഓട്ടോ. ഇപ്പോഴും ട്രിപ്പ് വരുന്നുണ്ട്. ഞാൻ പക്ഷേ നിർത്തിയിട്ട് പോന്നു. ലാസ്റ്റ് ട്രിപ്പ് മുനീർക്കെ വിട്ടിട്ട് ഞാനിപ്പോൾ തിരിച്ച് നേത്രായിലെത്തി. സബ്ജി മണ്ടിയിൽ സബ്ജി കൊണ്ടുവന്ന വണ്ടിയാണല്ലോ.
അപ്പോൾ ഇന്ന് നമ്മൾ ഊബറിൽ 17 ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്തു. 1058 രൂപയ്ക്ക് ഓടി. എല്ലാം നിരന്ന് കിടക്കുന്നു, വരി വരിയായിട്ട് നിരന്ന് കിടക്കുന്നു ശാനപുത്രന്മാർ. നമുക്ക് 250 രൂപ പെട്രോൾ പോയി കഴിഞ്ഞാൽ നമ്മുടെ 800 രൂപയാണ് ഇന്നത്തെ ബാലൻസ്. ഊബറിൽ ഇൻസെൻറ്റീവ് 70 രൂപ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇൻസെൻറ്റീവ് 70 രൂപയുടെ കൂട്ടിയാണ് 1058 രൂപ. നമ്മൾ ടോട്ടൽ 7 മണിക്കൂറാണ് വർക്ക് ചെയ്തത്, 6 മണി മുതൽ ഇപ്പോൾ 1 മണി വരെ. അപ്പോൾ ഇന്നത്തെ ട്രിപ്പ് ഞാൻ ഇവിടെ കൊണ്ട് നിർത്തുകയാണ്. നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.